ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ശ്രീനാരായണപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറിയും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെ മുൻ അധ്യക്ഷയുമായ സോണിയാഗിരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തിന്റെ റൂമിൽ അങ്ങനെയാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക. പ്രതിപക്ഷ നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഒരു കൂട്ടം ആളുകളെയാണ്. നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും അങ്ങനെ ഒരു രൂപം. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരും മൂക്കിന്റെ തുമ്പത്ത് ഒരു കണ്ണട, കയ്യിൽ ഒരു പേന, ഒരു പേപ്പർ, കുറെ പേപ്പറുകൾ ഇങ്ങനെ കയ്യിലുണ്ടാവും, അപേക്ഷകൾ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു മുഖം, അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറയുന്നത്. പക്ഷെ ആ കയ്യിലിരിക്കുന്ന പേപ്പറുകളിൽ ആ മറ്റേ കയ്യിലെ പേന കൊണ്ട് ഒരു ഒപ്പ് വെച്ചാൽ അത് നടന്നിരിക്കും. അതാണ് ഉമ്മൻചാണ്ടി. അതാണ് വ്യത്യാസം. എനിക്ക് പലപ്പോഴും പല നേതാക്കളിലും ഇപ്പൊ എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യൊപ്പ്. അദ്ദേഹത്തിന്റെ കൂടെ നിഴൽ പോലെ മറ്റൊരു മനുഷ്യനുണ്ടാവാറുണ്ട്, ഒരു RK, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹം RKയുടെ അടുത്ത് ഈ പേപ്പർ കൊടുത്താൽ അല്ലെങ്കിൽ RKയോട് ഒരു ഫോൺ കോൾ എടുത്ത് തരാൻ പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ കാര്യം നടന്നു. അത്രമാത്രം എന്താ പറയാ ആജ്ഞാശക്തിയുള്ള അല്ലെങ്കിൽ ആർജവമുള്ള മറ്റേത് ഡിപ്പാർട്ട്മെന്റിൽ, അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും അല്ലെങ്കിൽ വെറും ഒരു MLA ആയിരുന്നാൽ പോലും അദ്ദേഹത്തിന് ജനഹൃദയങ്ങളിൽ എന്ന പോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരുമായിട്ടുണ്ടായിരുന്നുള്ള ബന്ധം പോലും അതാണ് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുക. പാവപ്പെട്ടവരായ സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പിയ മഹാനായ ഉമ്മൻചാണ്ടിയുടെ അഭാവം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ വേദനയാണെന്നും കരുണ, കരുതൽ എന്നിവയുടെ പര്യായമാണ് ഉമ്മൻചാണ്ടി എന്നും സോണിയാഗിരി പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KS സിറാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ RB മുഹമ്മദ് അലി, ജയലക്ഷ്മി ടീച്ചർ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR അശോകൻ, KK മൊയ്തീൻകുട്ടി, KR നിതീഷ് കുമാർ, മണി മോഹൻ, സലാം കുഴിപ്പള്ളി, അദീഖ് പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TS രാജേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും സുധൻ കാവുങ്ങൽ നന്ദിയും പറഞ്ഞു. ഇബ്രാഹിം വഴവന, VC കാർത്തികേയൻ, PA ഷാജി, NO ആന്റണി, KK സഫർ അലി ഖാൻ, KA പ്രതാപൻ, സുനിൽ ചാനാടി, ശശി തോപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം സമയത്തിന് ഭക്ഷണം കഴിച്ചിരുന്നില്ല. നമുക്കറിയാം, അങ്ങനെ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അസുഖം വല്ലാതെ മൂർച്ഛിച്ച് ഇത്ര വേഗം ഇവിടുത്തെ ജനങ്ങളെ അനാഥരാക്കി അദ്ദേഹത്തിന് ഈ ലോകം വിടേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇന്ന് പത്രത്തിൽ രണ്ട് കാര്യം വായിച്ചു, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആഗ്രയിലെ താജ്മഹൽ കാണണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നു. ഡൽഹിയിൽ പോയതും അല്ലാതെ ടൂറിന് പോയതുമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ആ താജ്മഹൽ കാണാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം ഡൽഹിയിൽ പോയാൽ ഡൽഹിയിൽ നിന്ന് 3 മണിക്കൂർ ട്രെയിനിൻ്റെ ദൂരം, കാറിനാണെങ്കിൽ ഏകദേശം അത്ര തന്നെ സമയം. ആ സമയം എടുത്തുകൊണ്ട് അവിടെ പോയി അത് കാണാൻ അദ്ദേഹം സമയം ചെലവാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര.